ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ മതിൽ കെട്ടുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഡൗട്ടുകളും ഉണ്ട്. ഇതിൽ പ്രധാന കാര്യമാണ് നമ്മുടെ മതിൽ കെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയോ അനുമതി വേണോ എന്നുള്ളത്. ചട്ടം 69 പ്രകാരം പൊതുനിരത്തിനോടോ പൊതുസ്ഥലത്തിനോടോ പൊതുജലാശയത്തിനോടോ ചേർന്ന് നിർമ്മിക്കുന്ന മതിലിന് അനുമതി ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് നമ്മളുടെ കേരള ബിൽഡിംഗ്സ് റൂൾ പ്രകാരം ഉള്ള നിയമം. മറ്റുള്ള വശങ്ങളിൽ മതിൽ കെട്ടുന്നതിന് അനുമതി ആവശ്യമില്ല. എന്നാൽ പക്ഷേ അനുമതി ആവശ്യമുള്ള സംഗതികളിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും തന്നെ വഴക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ അനുമതി എടുക്കേണ്ടി വരും. അതിനുള്ള ചട്ടപ്രകാരമുള്ള ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂടാതെ നിർമ്മാണം മുഴുവനും പൂർത്തിയാക്കിയതിന് ശേഷം ചട്ടം 71 പ്രകാരം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ കെട്ടുന്നതിനുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു മുനിസിപ്പാലിറ്റിയിലോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തി അങ്ങോട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ അവിടെ വെച്ചങ്ങ് മതിൽ കെട്ടും. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് നമ്മളുടെ കേരള ബിൽഡിംഗ് റൂൾസ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ പൊതു ജലാശയത്തിനോടോ പൊതുസ്ഥലത്തിനോടോ പൊതുനിരത്തിനോടോ ഒക്കെ ചേർന്നിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു മതിൽ കെട്ടുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മതിലിപ്പോൾ കെട്ടാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ പെർമിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ മതിൽ കെട്ടുന്നതിന് നമ്മൾ അനുമതി വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമെന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാത്ത കണ്ടീഷനിൽ സംഭവിക്കുന്ന ചില കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് സ്റ്റോപ്പ് മെമ്മോ തരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കുറേ വീഡിയോകൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രകാരമുള്ള നിയമങ്ങളെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലാദ്യത്തേതാണ് മതിൽ കെട്ടുക എന്നുള്ളതിൻ്റെ അനുമതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.